നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് കേരളം. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഇനി ഇടതുപക്ഷം ജയിച്ചിരിക്കുന്ന ഒരു 2-3 മണ്ഡലങ്ങളുണ്ട്. അതായത് 1000-ൽ താഴെ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരു 3 മണ്ഡലങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി തന്നെയാണ്. കുറ്റ്യാടിയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തവണ, അതായത് 2016 പാറക്കൽ അബ്ദുള്ള എന്ന UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചതും 300-ൽ പരം വോട്ടുകൾക്ക് തന്നെയാണ്. ഇത്തവണ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞഹമ്മദ് കുട്ടി എന്ന CPM നേതാവ് ജയിക്കുന്നതും അതേ 300 വോട്ടുകൾക്ക് തന്നെയാണ്. അത് ശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറ്റ്യാടിയിൽ നല്ലൊരു മാറ്റമോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ മണ്ഡലത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ ഒരു MLA ആണോ ഇപ്പോഴുള്ള CPM MLA, അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും? എന്താണ് കുറ്റ്യാടിയുടെ അവിടെ ഏത് സമയത്തും മാറ്റം ഉണ്ടാകുന്നതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത വേറൊരു കണക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 23,000, ഈ 300-ഉം 331 പറഞ്ഞാൽ 23,000 വോട്ട് ലീഡിലേക്ക് വന്നു. പക്ഷേ നമ്മുടെ ഷാഫി പറമ്പിൽ അത് നമ്മുടെ കണക്ക് അതിൻ്റെ അകത്ത് എടുത്തിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും 4,000 ലീഡ്. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ, അതിലേക്ക് നമ്മൾ വരേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 4,000 വോട്ട് ലീഡ് കിട്ടിയെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അസംബ്ലി ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ഗൗരവത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസിന് വോട്ട് ചെയ്യുന്നത് പാർലമെൻറ്റ് അസംബ്ലി ഇലക്ഷനാണ്. ഈ അസംബ്ലി ഇലക്ഷനിൽ പിണറായി വിരുദ്ധ വികാരം എന്നുള്ള ഏറ്റവും പ്രീഡോമിനൻ്റ് ആയിട്ടുള്ള വികാരമായിട്ടിരിക്കുന്ന പിണറായി വിരുദ്ധ വികാരമാണ്. അപ്പോൾ ഈ വികാരത്തിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ മേല. ഈ 4,000 എന്നുള്ളത് 4,000, 5,000, 6,000 എത്ര വേണം മുകളിലേക്ക് പോകും, താഴോട്ട് പോകും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ കഴിഞ്ഞ ലാസ്റ്റ് കിട്ടിയ വോട്ടിങ്ങിനേക്കാൾ, അതായത് തദ്ദേശത്തേക്കാൾ താഴോട്ട് പോകാൻ യാതൊരു ചാൻസും ഇല്ല. അതിൻ്റെ അർത്ഥം പാർലമെൻറ്റിൽ അത്രയും മുമ്പോട്ട് പോകണമെന്ന് പറയുന്നില്ല നമ്മൾ, പക്ഷേ താഴോട്ട് പോകാൻ അർത്ഥമില്ല. അതുകൊണ്ട് ഒരു 8,000-9,000 വോട്ടിന് വേണമെങ്കിൽ ഈ സീറ്റ് സുഖമായി UDFന് ജയിക്കാം. അതുമാത്രമല്ല, ഷാഫി പറമ്പിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഷാഫി പറമ്പിലിൻ്റെ സാന്നിധ്യം, ഷാഫി എഫക്റ്റ് വളരെ നന്നായി നിൽക്കുന്നൊരു മണ്ഡലമാണ് കുറ്റ്യാടി. പിന്നെ ഒന്ന്, അവിടുത്തെ മുൻ MLA പാറക്കൽ അബ്ദുള്ള, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ കമ്മിറ്റി ചെയർമാനായിരുന്നു. മാത്രമല്ല മണ്ഡലത്തിലെ ഒരു ധനികൻ കൂടിയാണ്, അത് മറ്റൊരു വശം. അദ്ദേഹം സ്ഥിര സാന്നിധ്യമാണ് കുറ്റ്യാടി മണ്ഡലത്തിൽ. അങ്ങനെ ഏത് വിധേനയും ആ മണ്ഡലം പിടിച്ചെടുക്കണമെന്ന് കഴിഞ്ഞ 5 വർഷമായി തീരുമാനിച്ചുറപ്പിച്ച സ്ഥാനാർത്ഥിയെയാണ് ഇനി UDF നിർത്താൻ പോകുന്നത്, പഴയ MLA പാറക്കൽ അബ്ദുള്ളയെ. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പറയുന്ന ഇത്രയും ഭൂരിപക്ഷം, 4,000 ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിക്കഴിഞ്ഞു. മറ്റുള്ളത് 25,000-ത്തിനടുത്ത് ലോകസഭയുണ്ട്. അത് അങ്ങനെ ഒരു ഫാക്ടർ, മോദിക്കെതിരെയുള്ളൊരു വികാരം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. എന്തായാലും നല്ലൊരു ഭൂരിപക്ഷത്തിൽ UDF ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി കുറ്റ്യാടി മാറി. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഓർക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, CPMന് നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരുമാതിരി കൊള്ളാവുന്നവരൊക്കെ ഇവർ ഒന്നുമല്ലാത്തവരാക്കി മാറ്റി. ഒന്നിനും കൊള്ളാത്ത കുറേ പേരെ MLA-മാരാക്കാനും നോക്കി. ഇപ്പോൾ പ്രദീപ് കുമാർ അവിടെയുണ്ട്. അങ്ങനെ പലരും ഓരോ സ്ഥലത്ത് ഓരോ ജില്ലയിൽ 1-2 പേര് അങ്ങനെ കൊള്ളാവുന്നവർ. കാരണം റിയാസിനേക്കാൾ കഴിവുള്ള ഒരുത്തിനാകാൻ പാടില്ല എന്ന് ഇവർ ആദ്യം തന്നെ ഏറ്റവും കൂടിയാൽ റിയാസ്. പിന്നെ കഷ്ടിച്ച് അതിനകത്ത് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇവരൊക്കെ രാജീവും രാജേഷും. അവരിത്തവണ തീർന്നു. അവരുടെയൊക്കെ കേസ് ഇത്തവണ കൊണ്ട് തീർന്നു. അപ്പം അവരുള്ളത് കൊണ്ട് പിണറായി ഇത്ര പോയി എന്ന് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പം കുറ്റ്യാടി താങ്കൾ പറഞ്ഞ ഷാഫി എഫക്റ്റ് മാത്രമല്ലുള്ളത്, രമേയുടെ ഷാഫിയുടെ കൂടെ ഒരു കോമ്പിനേഷനായിരിക്കും കുറ്റ്യാടി നാദാപുരം മേഖലകളിൽ ആഞ്ഞിരിക്കാൻ പോകുന്നത്. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായി UDFന് അനുകൂലമാവും. ആര് പിടിച്ചാലും കിട്ടാത്ത രീതിയിൽ ചിലപ്പോൾ UDFന് അനുകൂലമാവും. കാരണം ഈ ലോക്സഭാ ഇലക്ഷനിലെ മുസ്ലിം വോട്ടിൻ്റെ ചാഞ്ചാട്ടമാണ് ഈ ഭൂരിപക്ഷം ഉണ്ടാക്കിയതെങ്കിൽ അതിനേക്കാൾ ശക്തമായ മുസ്ലിം വോട്ടിൻ്റെ ചാഞ്ചാട്ടം ഈ അസംബ്ലി ഇലക്ഷൻ ഉണ്ടാവും തീർച്ചയായും. അപ്പോൾ അങ്ങനെ കുറ്റ്യാടി മണ്ഡലം UDFൻ്റെ ഇപ്പോൾ, അതായത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ മണ്ഡലത്തിന് എന്തെങ്കിലും കഴിഞ്ഞ തവണ പോലെ
പറയാൻ കഴിയില്ല, ആര് ജയിക്കുമെന്നുള്ളത് ഇഞ്ചോടിഞ്ചാണ് എന്നൊക്കെ പറയുന്നൊരവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ മീഡിയ ഗ്രാമം ഇങ്ങനെയുള്ള ഒരു മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തത്. നമ്മൾ എലക്ട് ചെയ്യുന്നതിനൊരു നമ്മൾ എത്തുന്ന റീസണിങ് ഉണ്ട്. അതെ, വെറുതെ അങ്ങോട്ട് പറയല്ല ഇത്ര വോട്ട് ഇന്നടത്ത് കിട്ടിയും ആ വോട്ട് കണ്ടിന്യൂ ചെയ്യല. വോട്ട് അങ്ങനെ വോട്ട് ബാങ്ക് അല്ല, സ്ഥിരമായ ഒരു വോട്ടിംഗ് പാറ്റേണോ ഇല്ല. അത് നമ്മൾ ഇന്ന കാരണം 2021 ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒരു അവസാന നിമിഷം വരെ ആര് ജയിക്കുമെന്നറിയാതെ ജനങ്ങളിങ്ങനെ ആകാംക്ഷയോട് കാത്തുനിന്ന മണ്ഡലങ്ങൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത മണ്ഡലങ്ങൾക്കെല്ലാം ഒരു വ്യക്തമായ ഉത്തരം കിട്ടിയിരുന്നു. അതായത് വ്യക്തമായ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണ കുറ്റ്യാടിയെക്കുറിച്ച് പറയുമ്പോൾ UDFും LDFും അവർ എഴുതി വച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ അതിൽ UDFിൻ്റെ പട്ടികയിൽ തന്നെയായിരിക്കും കുറ്റ്യാടി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്ന് പറയാൻ. അതിനുള്ള ഒരുപാട് കാരണങ്ങൾ അവിടെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് അതുപോലെ താനൂർ മണ്ഡലത്തിലേക്കാണ്. അതും മുസ്ലിം ലീഗിൻ്റെ തന്നെയാണ് മണ്ഡലം. അവിടെ തന്നെ താനൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസ്സിലുണ്ടായിരുന്ന KPCC അംഗമായിരുന്ന അബ്ദുൾ റഹ്മാൻ ഇടതുപക്ഷത്തേക്ക് പോയി മന്ത്രി വരെ അതെ, ഈ മന്ത്രിയൊക്കെ ആയി. അങ്ങനെ ആ മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളത് എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോഴും ഒരു പ്രവചിക്കാൻ കഴിയുന്നത്. അൻവറിൻ്റെ മോഡൽ, അൻവറിനെ പോലെ താനൂരിലെ മുസ്ലിങ്ങളും കമ്മ്യൂണിറ്റി വോട്ടേഴ്സും ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ അബ്ദുൾ റഹ്മാന്റെ കാര്യം ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ അൻവർ തന്നെ ഏറ്റവും വലിയ തെളിവാണ്. അല്ലേ, അതെ, അൻവർ തെളിവാണ്. അതുപോലെ തന്നെ അപ്പുറം ബേപ്പൂരില്ലേ, അതെ, തദ്ദേശ അതെ, ബേപ്പൂർ കഴിഞ്ഞ ഒരു 2-3 മണ്ഡലത്തിനപ്പുറത്താണ് ഈ താനൂർ മണ്ഡലം വരുന്നത്. തീർച്ചയായും നമുക്ക് പരിശോധിക്കുമ്പോൾ മലപ്പുറം ജില്ലയുടെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ 33 സീറ്റും ജില്ലാ പഞ്ചായത്തിൽ നേടുക എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യം തന്നെയല്ലേ. എല്ലാ പഞ്ചായത്തും, അത് എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും നേടുക, CPM അങ്ങോട്ട് ഇല്ലാതായി മാറുക, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇല്ലാതായി മാറുക എന്ന് പറഞ്ഞാൽ അതിലൊക്കെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒക്കെ വലിയ ഒരു സംഭാവന കാണും മലപ്പുറത്ത്. എങ്ങനെയെന്ന് ചിന്തിക്കാൻ അല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ സംഭാവന ഉണ്ടെങ്കിൽ ആ വോട്ട് ഇപ്പറ കൂടിയാണ്, RSS BJP കൂടിയാണ്. പക്ഷെ കൂടുന്നില്ല കാര്യം. അല്ല, BJP കൂടുക എന്നുള്ളതല്ല, മുസ്ലിം ലീഗിനെ മാത്രമല്ല, ആന്റി വെള്ളാപ്പള്ളി വോട്ട് UDFിന്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ മുസ്ലിം ലീഗിനെ മാത്രമല്ല, മുസ്ലിങ്ങളെ വരെ മലപ്പുറം ജില്ലയെ തന്നെ അധിക്ഷേപിച്ച് പോയ 2 പേരാണ് വെള്ളാപ്പള്ളിയും പിണറായിയും. അതെ, അത് പണ്ടത്തെ കഥയല്ല ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൽ വെള്ളാപ്പള്ളിയെ അങ്ങോട്ട് അയച്ച് മുസ്ലിങ്ങളെ ലഭ്യം പറഞ്ഞ് തിരിച്ചു വരുന്നു, മാലയിട്ട് കൊടുക്കുന്നു. ഇത് പിണറായിക്ക് പറ്റി ആ ഈ ജാതി സംഘടനകളെ കൈകാര്യം ചെയ്യുന്ന ഇഷ്യൂയിൽ വന്നത് ഉറച്ച ഒരു നിലപാടില്ല. അതെ, ഇവിടെ SNDP സപ്പോർട്ട് ചെയ്യുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഇവിടെ കഴിഞ്ഞ ശബരിമല സീസണിൽ വാഗമണ്ണി കുരിശിനെ സപ്പോർട്ട് ചെയ്തു. ശബരിമല അടിച്ചെടുത്താൻ നോക്കി. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കുരിശും ഖുർആനും ഉപേക്ഷിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പുറകെ പോകാം. ശ്രീനാരായണ ഗുരുവിൻ്റെ പുറകെയല്ല പോകുന്നത്, വെള്ളാപ്പള്ളിയുടെ പുറകെയാണ് പോകുന്നത്. ഗുരുവിൻ്റെ പുറകെ പോയ പിണറായിക്ക് ഒരിക്കലും ഇങ്ങനത്തെ പിണറായിട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ രാജിവെച്ച് സന്യാസത്തിന് പോകും. അതൊക്കെ കൊണ്ടായിരിക്കാമല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ നമ്മൾ ആധാരശിലയായി വെക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടുകളെയാണ്. അതിൻ്റെ ഭൂരിപക്ഷം അതാണ് അതിൻ്റെ കണക്ക്. ആ കണക്കാണ് യഥാർത്ഥ ഗ്രാമങ്ങളിൽ. അവിടുന്ന് UDFിൻ്റെ കാര്യത്തിൽ അവിടുന്ന് മുകളിലേക്ക് പോവുള്ളൂ. LDFിൻ്റെ കാര്യത്തിൽ അവിടുന്ന് താഴോട്ടേ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ താനൂർ മണ്ഡലം 980 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ചത് ഇത്തവണ 19,800. അത്ര 16,000 മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് വരാം. ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി UDFിൻ്റെ ഭൂരിപക്ഷം 20,000 കടന്നാലും അത്ഭുതപ്പെടാനില്ല. PK നവാസ്, കഴിഞ്ഞ തവണ PK ഫിറോസ് എന്ന യൂത്ത് ലീഗിൻ്റെ നേതാവാണ് അവിടെ പരാജയപ്പെട്ടത്. എങ്കിൽ അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ചില മണ്ഡലങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കോഴിക്കോട്ടുകാരനായിരിക്കാം. അദ്ദേഹം മാറുകയാണെങ്കിൽ തന്നെ അതിനേക്കാളും മറ്റൊരു യുവനേതാവ് PK നവാസിൻ്റെ പേരാണ് അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ല ചുണക്കുട്ടികൾ തന്നെയാണ് മുസ്ലിം ലീഗിൽ മത്സരരംഗത്ത് വരാൻ പോകുന്നത്. അബ്ദുൾ റഹ്മാനെ തന്നെയായിരിക്കും. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല അബ്ദുൾ റഹ്മാനെ നിർത്തുന്നു. അവർ CPM ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ തന്നെ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ കറ തീർന്ന ഹിന്ദു ചെറുപ്പക്കാരൻ. അവർ പോളറൈസേഷനാണ് നോക്കുന്നതെങ്കിൽ ഏതെങ്കിലും കൊള്ളാവുന്ന ഹിന്ദു കാൻഡിഡേറ്റിനെ നോക്കും. താനൂർ അങ്ങനെ ഒരു ഹിന്ദു കാൻഡിഡേറ്റിന് ജയിക്കാൻ പറ്റിയ ഒരു മണ്ഡലമല്ലാന്ന് തോന്നുന്നു. അല്ല, മുഴുവൻ ഹിന്ദു വോട്ടോടെ കൺസോളിഡേറ്റ് ചെയ്യാൻ തീർന്നില്ലേ? അതെ.
ഇതിൻ്റെ ഒരു ഇവർ ഇന്നൊരു ഇതുവരെ ഈ സമയം വരെ CPM ബിൽഡപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഹിന്ദു വോട്ടിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ബിൽഡപ്പ് ചെയ്യുന്നത്. അത് നാളെ മാറ്റാത്തടത്തോളം കാലം അല്ല, അതൊക്കെ തകർന്നു പോയി എന്ന് എനിക്ക് ഈ NSS SNDP ഐക്യമില്ലായ്മ അതൊക്കെ ചർച്ച ചെയ്ത് ബോധമുള്ളവരെല്ലാം പറഞ്ഞില്ല അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അല്ല, അതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് താനൂർ മണ്ഡലത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തീർച്ചയായും UDF വലിയൊരു അനുകൂലം. നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടത് LDFിൻ്റെ പട്ടികയിലുള്ള മണ്ഡലമാണ്. LDFിൻ്റെ MLA മന്ത്രിയായിരിക്കുന്ന ഒരു മണ്ഡലമാണ് താനൂർ എന്ന് പറയുന്നത്. ഒരു മന്ത്രിമണ്ഡലമാണ് അവിടെ അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഇതിൽ സത്യമുണ്ട് എന്നാണ് നമ്മൾ കണക്ക് നിരത്തി പറയുന്നത്. അപ്പോൾ LDFിൻ്റെ ഒരു മന്ത്രിമണ്ഡലം, ഒരു പ്രമുഖ മണ്ഡലം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയല്ലേ? പ്രധാനപ്പെട്ട വാർത്ത. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇനി അങ്ങനത്തെ ഉണ്ട്, കുറേ കൂടെ വരാനുണ്ട്. അതെ. അപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിമണ്ഡലം നമ്മൾ അവസാനിപ്പിച്ചെങ്ങനെ ഏതെങ്കിലും ഒരു മന്ത്രിമണ്ഡലം ജയിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ അവസാനം വരും. അതെ. അങ്ങനെയാണ് താനൂറിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഇപ്പോൾ താനൂർ കഴിഞ്ഞ് തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ ബാലേന്ദ്രൻ, അതെ, തൃശ്ശൂർ നഗരം തന്നെ നമുക്ക് നോക്കാം. ബാലചന്ദ്രൻ എന്ന CPI നേതാവ് കോർപ്പറേഷൻ പിടിച്ചു. അതെ, ബാലചന്ദ്രൻ എന്ന CPI നേതാവ് കോൺഗ്രസ്സിലെ ലീഡറുടെ മകളോട് ജയിച്ചത് കഷ്ടിച്ച് 950ഓളം. എല്ലാ തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു, വിരോധം ഉണ്ടായിരുന്നിട്ട് പോലും ജയിച്ചു. അതെ. ലീഡറുടെ തട്ടകമാണെങ്കിലും ആർക്കും കണ്ടുകൂടാത്തൊരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു പത്മജ എന്ന് വേണമെങ്കിൽ പറയാം. തൊട്ടടുത്ത് തന്നെ അത് മുരളീധരന് പോലും പറയായി. അതെ, BJPയുടെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. കട്ടയായത് എല്ലാവരും തമ്മിലുള്ള മത്സരം അങ്ങനെയാണ് തൃശ്ശൂർ ജയിക്കാവുന്ന സുരേഷ് ഗോപിക്ക് ബോധ്യം വന്ന ആ ഇലക്ഷനില്ല. അതെ. അങ്ങനെയാണ് നമ്മൾ ഈ തൃശ്ശൂരിനെ വിലയിരുത്തുന്നതെങ്കിൽ ഇത്തവണ എന്തായിരിക്കും തൃശ്ശൂരിൻ്റെ ഒരു അവസ്ഥ? ഇത്തവണ തൃശ്ശൂർ ഓൾറെഡി സുരേഷ് ഗോപിയുടെ ഭാഷ കടമെടുത്താൽ തൃശ്ശൂർ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞു. അതെ, അതാണ് CPI അവിടുന്ന് മാറുന്നു എന്നുള്ളൊരു. CPI മാറുന്നു, സുനിൽകുമാറിനെ വേറെ കൊടുങ്ങൽ സേഫ് സീറ്റിലേക്ക് മാറ്റുന്നു എന്നൊക്കെ പറയില്ല. സുനിൽകുമാർ ഇനിയൊരു തവണ കൂടി തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, തൃശ്ശൂർ പണ്ട് തൊട്ട് തേറമ്പൽ രാമകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് കോൺഗ്രസിൻ്റെ സ്ട്രോങ് മണ്ഡലമാണ്. അതെ, മറിച്ച് പത്മജയുടെ ആർത്തി മൂത്ത് തൃശ്ശൂർ ഉറപ്പുള്ള 2 തവണയാണ് 1000 താഴോട്ടുകൾക്ക് തോക്കുന്നത്. ചാലക്കുടി പാർലമെന്റ് കൊണ്ട് കളഞ്ഞു. ഈ ആർത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആർത്തി ഇല്ലെങ്കിൽ BJPക്ക് ചാലക്കുടി പാർലമെന്റ് എങ്ങനെ തൻ്റെ പിതാവിൻ്റെ ഒരു സ്റ്റാറ്റസും അല്ലെങ്കിൽ പിതാവ് എന്തായിരുന്നു, എൻ്റെ പിതാവ് എന്തായിരുന്നു എന്ന് എനിക്ക് ബോധ്യമില്ലെങ്കിൽ പിന്നെ നാഴികയ്ക്ക് 40 വട്ടം എൻ്റെ പിതാവ് എന്ന് പറയുകയും ചെയ്യും. അതെ, ആ പിതാവ് ആരായിരുന്നു എന്ന ബോധ്യം പോലും ഒരു മകൾക്കില്ലെങ്കിൽ അവർക്കിതൊക്കെ പറഞ്ഞ പണിയാണ്. അവരെ പത്മജ എന്ന് പറയുന്ന ഒരു നേതാവ് സ്വന്തം അച്ഛനെ പോലും തൻ്റെ അച്ഛൻ എന്തായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു പത്മജ ഏത് പാർട്ടിയിൽ പോയി അല്ലല്ല, പത്മജയ്ക്ക് തുല്യമായിട്ട് ഒറ്റയാളെ ആണുങ്ങളുടെ ഒരാളേ ഉള്ളൂ, അത് നികേഷ് കുമാർ. അതെ, നികേഷ് കുമാർ പത്മജയ്ക്ക് തുല്യമാണ്. എങ്കിലും ഈ പത്മജ എന്നുള്ളൊരു പേര് വീണ്ടും തൃശ്ശൂർകാർക്ക് അത് മടുത്തിട്ടുണ്ടാകും. പക്ഷെ കോൺഗ്രസിൽ BJPക്കാർക്കും മടുത്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാർക്കും മാത്രമല്ല BJPക്കാർക്കും മടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് ആക്കണ്ടേ. അതെ, ബസ്സൊക്കെ കയറി പോയില്ലേ. നല്ലൊരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല സ്ഥാനാർത്ഥി അല്ല, ആവറേജ് വലിയ ചീത്തപ്പേര് കേൾപ്പിക്കാത്ത ആവറേജ് വലിയ ഗ്രൂപ്പിസം കളിക്കാത്ത ഒരു സ്ഥാനാർത്ഥി വന്നാൽ തൃശ്ശൂർ കോൺഗ്രസ് സുഖമായിട്ട്. സന്ദീപ് വാര്യരുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ സന്ദീപ് വാര്യർ അവിടെ നിന്നും വേണ്ട, സന്ദീപ് വാര്യർ ഫൈറ്റിംഗ് സീറ്റ് കൊടുക്കട്ടെ പാലക്കാടോ. അത് മാത്രമല്ല, BJPക്ക് കൂടുതൽ വോട്ടുകൾ ഉള്ള സ്ഥലത്ത് സന്ദീപ് വാര്യർക്ക് സേഫ് അല്ല. കാരണം അവർ തോൽപ്പിക്കാനുള്ള CPM-ന് കൊടുക്കും. അതെ, CPM-ന് അവരെങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർ തോറ്റാൽ മതി എന്നുള്ള ഒരു തീരുമാനമെടുത്താൽ തീർന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്ന ഒരു വാർത്ത ഏതൊരു പത്രത്തിൽ, പ്രധാനപ്പെട്ട നല്ലൊരു മാധ്യമത്തിൽ തന്നെയാണ് ഞാൻ കണ്ടത്. തൃശ്ശൂർ സീറ്റ് CPM-ന് നൽകുകയും തൃശ്ശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് CPI മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് CPIക്ക് ഒരിക്കലും തൃശ്ശൂർ ഇനി ഈ ബാലചന്ദ്രൻ തന്നെ ആയിരിക്കും അവിടെ മത്സരിക്കേണ്ടി വരുന്നത്. എനിക്ക് തോന്നുന്നു 2 തവണ പക്ഷേ അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റുന്ന ഒരാൾ അതാണ്. അല്ല, ഇത്തവണത്തെ പ്രത്യേകിച്ച് ഇപ്പം നടക്കുന്ന 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒറ്റ വൺ മാൻ വേഴ്സസ് പീപ്പിൾ ഓഫ് കേരള, പിണറായി വിജയൻ വേഴ്സസ് പീപ്പിൾ ഓഫ് കേരള എന്നുള്ള മത്സരം. അവിടെ മറ്റ് ഘടകങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല. അതുമാത്രമല്ല, ഇതിലെ തൃശ്ശൂരിലെ മത്സരം ഇത്രയും ശക്തമാകാൻ കാരണം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ട് അതൊരു യാദൃശ്ചിക വിജയം തന്നെ. അതെ, സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ മത്സരം കടുക്കുകയും ഒരു ത്രികോണ മത്സരം, കേരളത്തിലെ ഏറ്റവും വലിയ ത്രികോണ മത്സരമായി. അല്ല, അതിനൊരു വൈകാരിക പശ്ചാത്തലം തൃശ്ശൂർ പൂരം കലക്കിൽ കൂടെ പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തു.
ലോക്സഭ ഞാൻ പറഞ്ഞത് നിയമസഭയിൽ തന്നെ ഇങ്ങനെ നല്ല ടൈറ്റ് മത്സരമായിരുന്നു. ടൈറ്റ് മത്സരമായിരുന്നു. അല്ല, ആ മത്സരത്തിൽ നിന്നാണ് അവിടെ ബി ജെ പിക്ക് ഊർജ്ജം അങ്ങനെ സുരേഷ് ഗോപി മാറുന്നൊരവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഇനി മത്സരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരവസ്ഥ ഉള്ളതുകൊണ്ട് നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ ഇല്ല ബി ജെ പിക്ക് അതിന് പകരം. അപ്പോൾ തീർച്ചയായും എനിക്ക് തോന്നുന്നു CPM ഗോപാലകൃഷ്ണനെ പോലെ ഒരുത്തിനെ കൊണ്ട് അല്ല കോൺഗ്രസിന് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി കേൾക്കുന്നത്, ജോൺ ബ്രിട്ടാസ് തൃശ്ശൂർ വരുന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഞാൻ കണ്ടിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി എല്ലാ പള്ളിയിലും മെഴുകുതിരി കത്തിച്ച് കാണും, വരണേന്ന് വിചാരിച്ച് വരാൻ വേണ്ടി. അതെ. ജോൺ ബ്രിട്ടാസ് പിണറായി വിജയൻ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തേണ്ടുന്ന നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചില സഭകളുടെ ബിഷപ്പുമാർക്ക് ഒരു ക്രിസ്ത്യാനിയെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കി അവർക്കാകെ മുഖ്യമന്ത്രിയാകാൻ ചാൻസുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റ് നാഗാലാൻഡൊക്കെ വേണേ ആകാം ഉള്ള സ്റ്റേറ്റ് ഇതാണ്, കേരളമാണ്. അപ്പോൾ അച്ഛന്മാരുടെ പെറുപ്പ് ബിഷപ്പ് സഭയുടെ പെറുപ്പ് മാറ്റി ക്രിസ്ത്യൻ വോട്ടുകളെ കുറേ പേരെ മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ കുറേ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്നൊരു കച്ചവടം നടത്താൻ നോക്കും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ ബ്രിട്ടാസ് എവിടെ നിന്നാലും തോക്കും, എവിടെ നിന്നാലും. അതെ, ബ്രിട്ടാസിനും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, CPIക്ക് ഇരിഞ്ഞാലക്കുട നൽകി തൃശ്ശൂർ CPM ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത വരാനും അത് കാരണം CPMൽ ഒരു പക്ഷേ ബ്രിട്ടാസിനെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം എന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുമായിക്കൊള്ളട്ടെ, 8600ഓളം വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് കൂടുതലാണ്. UDFൻ്റെ നഷ്ടപ്പെട്ടു പോയ തൃശ്ശൂർ കോർപ്പറേഷൻ വളരെ ഭംഗിയായി UDF തിരിച്ചു പിടിച്ചു. UDF എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമാണ്, മറ്റുള്ള പാർട്ടികൾക്ക് അങ്ങനെ സ്വാധീനമില്ല. അതെ, അപ്പോൾ തൃശ്ശൂരിൽ നല്ലൊരു മാറ്റം UDF തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ തന്നെ കുറേ കാലത്തിന് 67 പോലും 4-5 സീറ്റ് കോൺഗ്രസ് ജയിച്ച് 67 കോൺഗ്രസിന് കേവലം 9 സീറ്റുള്ളപ്പോൾ മാള, ഉല്ലൂര്, ചാലക്കുടി ഇങ്ങനെ 4-5 സീറ്റ് കോൺഗ്രസ്സാണ് ജയിച്ചത്. 67 പോലും അത് പിന്നെ കൊണ്ട് കളയാൻ ഇപ്പോഴത്തെ പുതിയ തലമുറ വളരെയധികം ഗ്രൂപ്പിസത്തിന്റെ നാടായി തൃശ്ശൂർ മാറിയത് കൊണ്ടാണ്. സുധീരൻ്റെ ഒക്കെ ജില്ലയല്ലേ? അതെ, അത് തീർച്ചയായും. ഇപ്പോൾ സുധീരൻ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മത്സരിച്ചാൽ സുഖമായി അങ്ങനെയുള്ളൊരവസ്ഥ. പക്ഷേ നല്ലൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഒരു അത്യാവശ്യം മോശം പേര് സാറ് പറഞ്ഞ പോലെ മോശം പേര് കേൾപ്പിക്കാത്ത ഒരാളെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ തൃശ്ശൂരും UDFന് പിടിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് UDFന് കിട്ടുന്ന സീറ്റുകളെക്കുറിച്ചല്ല, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കുറച്ച് സീറ്റുകൾ അത് ഇത്തവണ ആർക്ക് ലഭിക്കും എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ എല്ലാം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് എല്ലാമല്ല, ഒട്ടുമിക്ക മണ്ഡലങ്ങളും LDFൻ്റെ പട്ടികയിൽ നിന്ന് UDFൻ്റെ പട്ടികയിലേക്ക് മാറുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അതിനുള്ള വ്യക്തമായ ആദ്യം മാറുന്നത് ഈ കുറഞ്ഞ ഭൂരിപക്ഷമുള്ള LDF ജയിച്ച കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ച മണ്ഡലങ്ങളായിരിക്കും ആദ്യം വീഴാൻ പോകുന്നത്. കാരണം എന്താണെങ്കിലും LDFന് നെഗറ്റീവായിട്ട് കുറേ വോട്ട് വരും. ആ വോട്ട് മാത്രം മതി ഇത് മറികടക്കാൻ. അപ്പോൾ ഇത്രയും സീറ്റ് 22 സീറ്റ് 21ഓളം സീറ്റ് വരും. ഇത് ആ 21ഓളം സീറ്റ് ഇടതുപക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് വേണേൽ കുറയ്ക്കാം നമുക്ക്. അത് 5000 താഴെ 5000-നടുത്ത ഭൂരിപക്ഷത്തിൽ താഴെയുള്ള സീറ്റുകളാണ്. 21ഓളം സീറ്റുണ്ട്. അതെ, അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ 3 മണ്ഡലങ്ങൾ ചർച്ച ചെയ്തതിൽ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയും മലപ്പുറം ജില്ലയിലെ താനൂരും അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ നഗരം തൃശ്ശൂരും ഉൾപ്പെടെയുള്ള ഈ 3 സീറ്റുകൾ LDF വളരെ കുറച്ച് വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ പിടിച്ചെടുത്തു. പക്ഷേ അവരുടെ MLA-മാർക്കോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കോ അത് നിലനിർത്താനോ ഭദ്രമാക്കി വെക്കാനോ ഉള്ളൊരു സാഹചര്യവും അതിൻ്റെ പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ UDFൻ്റെ പട്ടികയിൽ ചേർക്കാവുന്ന മണ്ഡലങ്ങൾ കൂടിയായി അത് മാറുകയാണ്.